രവിന്ദ് VC എന്ന ആൾ ചോദിച്ചിട്ടുണ്ട് BT ബോർഡും പ്രിയാമ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള ചെറിയ ഒരു ടോക്കാണ്, ചെറിയ വീഡിയോ. അപ്പോൾ BT ബോർഡും പ്രിയാമ്പും തമ്മിൽ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സെക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളൊരു ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോൾ അതിനകത്തൊരു പവർ ആംപ്ലിഫയർ ഉണ്ടാവും. അതായത് ഡയറക്റ്റ് സ്പീക്കർ ലോഡ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ബോർഡ് അല്ലെങ്കിൽ സെക്ഷൻ. അത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് സ്റ്റേജാണ് നമ്മൾ സ്പീക്കർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള എല്ലാ സ്റ്റേജും ശരിക്കും പറഞ്ഞാൽ പ്രീ സ്റ്റേജാണ്, പ്രീ ആംപ്ലിഫയർ സ്റ്റേജാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രീ ആംപ്ലിഫയർ എന്നും BT എന്നും പറയുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് പറയാം. അതായത് BT എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ടോൺ കൺട്രോളാണ്. EQ കൺട്രോൾ, ടോൺ കൺട്രോൾ, അതൊക്കെ BT എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ബേസ് ട്രബിൾ കൺട്രോൾ, ബേസ് ട്രബിൾ ബോർഡ്. അപ്പോൾ അത് നമ്മളെ മ്യൂസിക്കിൻ്റെ ആ ടോൺ, അതിൻ്റെ ഭംഗി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി കേൾക്കാനുള്ള ഒരു സെക്ഷനാണ്, ഒരു കൺട്രോൾ സെക്ഷനാണ് ശരിക്കും ബേസ് ട്രബിൾ അല്ലെങ്കിൽ ഈക്വലൈസർ സെക്ഷൻ. ഒരു വീക്കായ സിഗ്നൽ ഗെയിന് കൂട്ടി, അതായത് അതിന് നമ്മളെ പവർ ആംപ്ലിഫയറിന് വേണ്ട രീതിയിലേക്ക് ഗെയിൻ കൂട്ടി ആ വീക്ക് സിഗ്നൽ നോയ്സും ഡിസ്റ്റോർഷനും ഒന്നും ഇല്ലാതെ ആ ഗെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന ആ ഒരു സെക്ഷനാണ് പ്രീ ആംപ്ലിഫയർ സെക്ഷൻ. അപ്പോൾ അത് പല ആംപ്ലിഫയറിലും പലതരം ഡിവൈസിലും പല തരത്തിലുണ്ടാവുക. നമ്മളിപ്പം ഈ കാലത്ത് ഉപയോഗിക്കുന്നത് ഒരുവിധം ഹോം തിയേറ്ററുകൾ, നമ്മൾ സാധാരണ ഒരു 90% ആളുകളും ഉപയോഗിക്കുന്ന ഹോം തിയേറ്ററുകളിൽ ഈ കാണുന്ന ഈ IC ആണ് പ്രിയാമ്പ്. ഈ IC ഉള്ള ഈ സെക്ഷനാണ് ശരിക്കും പ്രിയാമ്പ് ആൻഡ് ടോൺ സെക്ഷൻ. ഈ IC ഈ കാലത്തെ ഡിവൈസുകളിൽ ഹോം തിയേറ്ററുകളിൽ ചെയ്യുന്നത് ഒരുപാട് പ്രവൃത്തിയാണ്. അതായത് ഇതിലേക്ക് ഒരുപാട് ഇൻപുട്ട് ഉണ്ടാവും. ഈ ഇൻപുട്ട് മൊത്തം സ്വിച്ച് ചെയ്യുന്നതും ആംപ്ലിഫൈ ചെയ്യുന്നത്, അതായത് പ്രീ ആംപ്ലിഫിക്കേഷൻ ചെയ്യുന്നതും ഈ IC എന്നാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ടോൺ ലെവൽ അതിനകത്ത് നമ്മൾ റിമോട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട് പാനലിലോ നമുക്ക് ടോൺ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതടക്കം ഈ IC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടാണ് അത് ഡയറക്റ്റ് നമ്മളെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോകുന്നത്. ഔട്ട്പുട്ടിൽ ഏത് IC ആണോ അതിന് വേണ്ട രീതിയിൽ അത് ബൂസ്റ്റ് ചെയ്തിട്ട് ആംപ്ലിഫയർ സെക്ഷനിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഒരു പ്രിയാമ്പ് എന്ന് പറയുന്നത് ഒരു മൈക്ക് പ്രീ അല്ലെങ്കിൽ ഒരു നമ്മളെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു റെക്കോർഡ് പ്ലെയർ, ടേൺ ടേബിൾ എന്നൊക്കെ പറയാം. അതിൻ്റെ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് നേരിട്ട് ആംപ്ലിഫയറിൽ കൊടുത്താൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക വളരെ ചെറിയ ഒരു തരം സൗണ്ടാണ്. അതായത് പവർ ആംപ്ലിഫയറിലേക്ക് ഡയറക്റ്റ് ഔട്ട്പുട്ട് കൊടുത്താൽ. അപ്പോൾ നമ്മൾ അത് പ്രീ സ്റ്റേജോടെ കയറ്റി ടോൺ ലെവലിലൂടെ വേണമെങ്കിൽ ടോൺ ലെവലിലൂടെ കയറ്റി കൊണ്ടുവന്ന് നമ്മൾ പവർ ആംപ്ലിഫയർ കൊടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ലെവൽ സൗണ്ട് നമുക്ക് എങ്ങനെയാണോ റെക്കോർഡിംഗ് ഉണ്ടായത് അത് ബൂസ്റ്റ് ചെയ്തിട്ടോ അല്ലാതെയോ നല്ല ലെവലിൽ കേൾക്കാം. ബൂസ്റ്റ് ചെയ്തിട്ടോ അല്ലാതെയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബേസ് ട്രബിൾ കൺട്രോൾ ചെയ്തിട്ടോ അല്ലാതെയോ എന്നാണ്. മൈക്ക് പ്രീ എന്ന് പറയുന്നത് മൈക്രോഫോൺ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് നേരെ നമ്മൾ നമ്മളെ ആ മൈക്കിൻ്റെ ജാക്ക് കുത്തുമ്പോൾ ആ ഏരിയയിൽ ഫസ്റ്റ് തന്നെ ഉള്ളതാണ് മൈക്ക് പ്രീ. ഈ മൈക്ക് പ്രീ ആണ് നമ്മൾ പിന്നെ മിക്സർ സെഷനിലൂടെ കയറ്റി ബേസ് ട്രബിൾ വേണമെങ്കിൽ അതിലൂടെ കയറ്റി, ഇല്ലെങ്കിൽ ഡയറക്റ്റ് പവർ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ സ്പീക്കറിലൂടെ കേൾക്കും. ഈ കാണുന്ന ബോർഡ് എന്ന് പറയുന്നത് പഴയ കാലത്തുള്ള ഹെഡ് പ്രീ ആയിരുന്നു. അതായത് കാസറ്റ് പ്ലെയർ ഒക്കെ ഉപയോഗിച്ചിരുന്ന കാലത്ത് ഹെഡ് പ്രീ സ്റ്റേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോസിനായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇത് അയച്ച് പീസാക്കിയതാണ്. ഇതൊരു പഴയ മോഡൽ ആംപ്ലിഫയർ ആയിരുന്നു അസംബിൾഡ്. അപ്പോൾ അതിനകത്തുനിന്ന് അയച്ചെടുത്തതാണ് ഈ പ്രിയാമ്പ്. ഈ പ്രിയാമ്പ് ഹെഡിനുള്ളതാണ്. അതിന് ശേഷം ആണ് ഈക്വലൈസർ സെറ്റിങ്സ് വരുന്നത്. അതിന് ശേഷമാണ് പവർ ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇതിൽ പ്രിയാമ്പ് ഏതാണ് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? പക്ഷേ അത് പവർ ആംപ്ലിഫയർ ബോർഡിൻ്റെ മുമ്പിലുള്ള സെക്ഷൻസ് ആയതുകൊണ്ട് അതെല്ലാം പ്രിയാമ്പ് തന്നെയാണ്, അങ്ങനെ വേണം പറയാൻ. ഈ കാലത്ത് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വരുന്ന ബോർഡുകൾ വെച്ച് നോക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ അത് അങ്ങനെ പറയണം. ഇതിപ്പോൾ ഒരു ഡിജിറ്റൽ, അതായത് റിമോട്ട് കിറ്റിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൽ പ്രിയാമ്പ് സെക്ഷൻ മൊത്തത്തിൽ ഇതിനകത്തുണ്ട്. ടോൺ ലെവൽ, സിഗ്നൽ സ്വിച്ചിങ്, പ്രീ ആംപ്ലിഫിക്കേഷൻ മൊത്തത്തിൽ ഇതിലുണ്ട്. ഇതിലൂടെ ഔട്ട്പുട്ടിലേക്ക് വേണ്ട ലെവൽ കറക്റ്റായിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ICകൾ സെറ്റ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ലെവൽ കറക്റ്റ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആംപ്ലിഫയറിലേക്കുള്ള ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. അതായത് ഇതിനകത്ത് എക്സ്റ്റേണൽ ഒരു ബേസ് ട്രബിൾ കൺട്രോളോ മറ്റെന്തെങ്കിലും തരം സ്വിച്ചിങ്ങോ മറ്റെന്തെങ്കിലും തരം ഒരു പ്രീ സ്റ്റേജോ ആവശ്യമില്ല. നമുക്ക് സബ് ഓഫറിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സബ് പ്രീ, അതായത് ഫിൽട്ടർ ബോർഡ് നമുക്ക് ആവശ്യം വരുന്നത്. അല്ലാത്ത നമുക്ക് അതിനോട് യാതൊരു വിധ പണിയും ചെയ്യാനില്ല. ഡയറക്റ്റ് പവർ ആമ്പിൽ കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് പ്രീകളും കുറച്ച് ടോണുകളും ഞാൻ പ്രത്യേകം ഇവിടെ കാണിച്ചു എന്ന് വിചാരിക്കുന്നു. വളരെ ഷോർട്ടായിട്ട് പറയുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രീ ആംപ്ലിഫയർ എന്താണെന്നും BT എന്താണെന്നും മനസ്സിലാത്തവർ ഇനിയുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയാം. BT എന്ന് പറയുന്നത് ബേസ് ട്രബിൾ കൺട്രോൾ അല്ലെങ്കിൽ ടോൺ കൺട്രോൾ. നമുക്ക് അതിന് പകരം ആ ടോൺ കൺട്രോളിൻ്റെ ബോർഡിന് പകരം നമുക്ക് BT ഉപയോഗിക്കാം. ടോൺ കൺട്രോൾ എന്നുള്ളത് ഞാൻ പറഞ്ഞു ഹൈയും ലോവും തമ്മിൽ ഒറ്റ നോബ് വെച്ച് കൺട്രോൾ ചെയ്യുന്ന ടോൺ ലെവൽ, ടോൺ കൺട്രോൾ. ഈ ടോൺ കൺട്രോൾ ബോർഡ് എന്ന പേരിൽ തന്നെയാണ് BT ബോർഡ് വരുന്നത്. അതായത് ബേസ് ട്രബിൾ സെപ്പറേറ്റ് കൺട്രോൾസ്. അതന്നെ 3 വേയിൽ വരുന്നുണ്ട് ബേസ് ട്രബിൾ ആൻഡ് മിഡ് സെപ്പറേറ്റ് കൺട്രോൾസ്. അങ്ങനെ ഓരോന്നും വരുന്നത്
ടോൺ ലെവൽ സെക്ഷനാണ്. അതിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് മുമ്പ് വരുന്നതാണ് പ്രീ സ്റ്റേജ്. ആ പ്രീ സ്റ്റേജ് ഇപ്പോഴത്തെ ഒരുവിധം എല്ലാം നല്ല ഗെയിനുള്ള സിഗ്നൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രീ സ്റ്റേജിൻ്റെ ഉപയോഗം വല്ലാതെ വരുന്നില്ല. പക്ഷേ ചില പ്രീ സ്റ്റേജിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ, അതായത് ഇൻപുട്ട് ഇമ്പഡൻസും ഔട്ട്പുട്ട് ഇമ്പഡൻസിൻ്റെയും പ്രശ്നം കാരണം നമ്മളതിന് മുമ്പൊരു വീഡിയോയിൽ ബഫർ ആമ്പിനെ പറ്റി പറയുന്നുണ്ടായി. അപ്പോൾ ആ ഗെയിൻ സെറ്റ് ചെയ്യാൻ, അതായത് ആ ഔട്ട്പുട്ട് വോൾട്ടേജ് ആ പവറിൽ കിട്ടാൻ, അതായത് പവർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് നല്ല സ്ട്രോങ് സിഗ്നൽ കിട്ടാൻ നമ്മൾ അതിനകത്ത് ബഫർ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു വ്യത്യാസം, ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിച്ചത്. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് ഇതുപോലെ ഒരു ഗെയിൻ ബോർഡ് വെച്ച് കഴിയുമ്പോൾ ഇതും ഒരു പ്രീ സ്റ്റേജാണ്. ഈ പ്രീ സ്റ്റേജിൽ ഈ സെക്ഷൻ്റെ പണി എന്ന് പറയുന്നത് മൊത്തം പ്രീ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് കുറച്ചുകൂടെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ടോൺ ലെവലിലേക്ക് കൊടുക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, ഈ ഗെയിൻ ബോർഡിൻ്റെ ഫംഗ്ഷൻ. നമ്മൾ പല തരം KBPSലുള്ള മ്യൂസിക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു മ്യൂസിക് കുറവ്, ഒരു മ്യൂസിക് കൂടുതലായിട്ട്, അതായത് ലൗഡ്നെസ്സും പവറൊക്കെ കൂടുതലായിട്ട് തോന്നും. ഒരു 320 അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ഫയൽ പ്ലേ ചെയ്തതിൻ്റെ ഉടനെ തന്നെ നമ്മളൊരു 128 അല്ലെങ്കിൽ വളരെ പഴയ മോഡൽ ഒരു മ്യൂസിക് ഉടനെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൊത്തം വോളിയം ഡ്രോപ്പ് ആയിട്ട് തോന്നും. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് കൂട്ടുമ്പോൾ നമുക്കൊന്ന് ബേസ് ട്രബിൾ കുറവായി തോന്നിയാൽ അതൊന്ന് കൂട്ടാനൊക്കെ ശരിക്കും ബേസ് ട്രബിൾ ഉപയോഗിക്കാം. അങ്ങനെയുള്ള ആവശ്യത്തിനാണ് ശരിക്കും ടോണിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. ചെറിയ ഭാഷയിൽ ചെറിയ രീതിയിൽ പറഞ്ഞ് വിവരിച്ചാണ്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരുപാട് കാര്യമുണ്ട്. DB ലെവലും മറ്റ് സിഗ്നൽ ലെവലും ഇമ്പിഡൻസും, ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും, ഔട്ട്പുട്ടിൽ അതായത് ഇൻപുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഇതിങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൂടിയിട്ടാണ് ഈ BTൻ്റെയും പ്രീ സ്റ്റേജിൻ്റെയും കാര്യങ്ങൾ വിശദമാവുന്നത്, അതായത് കൂടുതൽ ഡീറ്റെയിൽ ആവുന്നത്. പ്രീആംപ്ലിഫയർ സെക്ഷൻ്റെ ഔട്ട്പുട്ടിലെ വോൾട്ടേജ്, അതായത് എല്ലാത്തിനും ഔട്ട്പുട്ടിൽ വോൾട്ടേജാണ് വരുന്നത്. ഒരു ചെറിയ തരം വോൾട്ടേജും ഒരു കറണ്ടുമാണ് വരുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു പവർ, ഒരു ഔട്ട്പുട്ട് വാട്ട്സ് ആണ് വരുന്നത്. ആ വാട്ട്സ് നമ്മളെ മെയിൻ പവർ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിന് വേണ്ട രീതിയിലുള്ള വാട്ട്സ് ഇല്ലെങ്കിൽ അത് ഔട്ട്പുട്ടും അത്ര തന്നെ കുറച്ചിട്ടേ തരുള്ളൂ. അത്ര തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഫീൽ ചെയ്യുള്ളൂ. 100 വാട്ട് ആംപ്ലിഫയറിലേക്ക് ഒരു 6 വോൾട്ടാണ് ഇൻപുട്ട് വേണ്ടതെങ്കിൽ അവിടെ നമുക്ക് 2 വോൾട്ടേ കിട്ടുന്നുള്ളൂവെങ്കിൽ നമുക്ക് അവിടെ 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടില്ല. അത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പ്രീ സ്റ്റേജിൻ്റെ ഉപകാരം മനസ്സിലാവും. അപ്പോൾ ഇത്രയും ചെറിയ രീതിയിലുള്ള ഒരു വിശദീകരണമായിരുന്നു. അപ്പോൾ അറിയാത്തവർ ഇനി കൂടുതൽ എന്തെങ്കിലും സംശയമുള്ളവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇലക്ട്രോണിക്സ് റിപ്പയറിംഗ് ബേസിക്സ് എന്നുള്ള ഒരു വീഡിയോ കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക്, അത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് പോയി വാങ്ങാം. അവിടുന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എനിക്ക് കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങൾ ഫുൾ ഫാസ്റ്റായിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭയങ്കര മഴയാണ് പുറത്ത്, അതുകൊണ്ടാണ് ഈ കൂട്ടിൽ വന്നിന്ന് ഇങ്ങനെ വേർക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ അത് വേറെ വഴിയില്ല, മഴ നിൽക്കുന്നില്ല, അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ആരും നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം വീഡിയോസിന് ഒരുപാട് നോട്ടിഫിക്കേഷൻ വഴിയുള്ള വ്യൂസ് കുറവാണ്. ബ്രൗസ് ഫീച്ചർ അങ്ങനെയുള്ള, അതായത് ആളുകൾക്ക് ഹോം പേജിൽ റെക്കമെൻഡ് ആയിട്ട് പോകുന്ന വ്യൂസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തിയിട്ടില്ല. ബെൽ ബട്ടൺ അമർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് തന്നെ ഇടാൻ പോവാണ്. കാരണം ആർക്കും ബെൽ ബട്ടൺ അമർത്താനുള്ള താല്പര്യമില്ല, അല്ലെങ്കിൽ മറന്നു പോകുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം വീഡിയോസ് കിട്ടില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ ബട്ടൺ അടിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.